അതെ അല്ലേ പറ. ഓ ഇങ്ങനെയൊക്കെ ചാടിക്കില്ലേ ജെസിബിക്ക് കല്ലെടുക്കും പോലെ. അമ്മച്ചിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അമ്മച്ചിക്ക് ഭയങ്കരമായി മത്തി കണ്ടപ്പോഴാണ് അമ്മച്ചിയുടെ മുഖം തെളിഞ്ഞതെന്ന് തോന്നണം. അത് നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. അമ്മച്ചിക്ക് മത്തി കണ്ടപ്പോഴാണ് അമ്മച്ചി അവിടെ ഓട്ടം ഇട്ടിട്ട് നോക്കിയിരിക്കായിരുന്നു എപ്പം ഇത് വേവുമെന്ന് അറിയാൻ വേണ്ടി. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നല്ല ഞാൻ ലോകം കാണിച്ച എനിക്ക് കണ്ട അതുകൊള്ളാലോ. ഞങ്ങളപ്പോൾ വൈകിട്ട് ചാച്ചൻ്റെ അടുത്തൊക്കെ പോയി ചാച്ചന് ഫുഡൊക്കെ കൊടുത്ത് ചാച്ചൻ്റെ അടുത്ത് വീട്ടിലേക്ക് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മുതലക്കുളം പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച മെഴുകുതിരിയൊക്കെ കത്തിച്ച വഴിപാടൊക്കെ ഇട്ട് ഞങ്ങൾ ചെന്നപ്പോൾ റോഡ് സൈഡ് നിറച്ച് കാറുകൾ കിടക്കുന്നു. ഞങ്ങൾ ഓർത്ത് അപ്പോൾ പള്ളിയിൽ എന്താ കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷൻ കാണുമെന്നൊക്കെ ഓർത്ത്. അതായത് കർക്കിടകമൊക്കെ വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കാറൊക്കെ വേറെ എവിടേക്കോ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. പക്ഷെ പള്ളി അടച്ചു കേട്ടോ. പള്ളി നേരത്തെ ഞങ്ങൾ ചെന്നൈയിലേക്ക് അടച്ചു. തീർച്ചയായിട്ടും പക്ഷേ പറ്റിയില്ലെങ്കിലും ഞാൻ വെളിയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. തന്ന നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞു. ഒരു കാര്യം ഉറപ്പിച്ച് പറയാവേ, ഞാൻ മുതലക്കുളം പള്ളി ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര വിശ്വാസം. എനിക്ക് മുതലക്കുളം പള്ളി എന്ന് വെച്ചാൽ ഭയങ്കര വിശ്വാസമാണ്. അതിന് പ്രാർത്ഥിച്ചൊരു കാര്യം നേടാനായിട്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. നമുക്ക് മുതലക്കുളം മുത്തപ്പൻ ഇത്ര തൊട്ടടുത്തിരിക്കുമ്പോൾ എല്ലാവരും പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലാന്ന്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് ഏറ്റവും കൂടുതൽ മണം. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു. എപ്പോഴും ഓടി ചെല്ലാൻ പറ്റിയൊരിടമാണ് കേട്ടോ. സ്വന്തമായിട്ട് വീടില്ലെങ്കിലും അതിന് തുറന്നിട്ടേക്കാണ്. എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാര്യമൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു വരും അങ്ങനെയുള്ളൊരിടമാണ്. അപ്പോൾ നിങ്ങൾ ഈ കപ്പ വാങ്ങി വെച്ചിട്ട് ഒരു ദിവസമായി നേരത്തോട് നേരമായി. ഇനി ഈ കപ്പ പുഴുങ്ങിയില്ലെങ്കിൽ ആ കപ്പ എന്നെ കയറി തല്ലും. അപ്പം കപ്പ ചെണ്ടമുറിയും പുഴുങ്ങിയതും മത്തി ഫ്രൈയും ആണ് ഇന്നത്തെ നമ്മുടെ അത്താഴ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മത്തി എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഐസായിട്ട് ഇരിക്കുകയാണ്. ഐസൊക്കെ പോട്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കപ്പ ഇപ്പം ഈ തൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കപ്പയൊക്കെ തൊണ്ട് പൊളിച്ചിട്ട് വരാം. അപ്പതേ നമ്മളെന്താണേലും കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. മീൻ വറുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനാണ് കൈ കൊണ്ട് പറക്കി അങ്ങ് വെച്ചോളൂ. ഒരെണ്ണത്തെ തൊടാതെ നിരത്തി അരച്ച് വെക്കണം. ലാസ്റ്റ് ഈ മുട്ട എടുത്ത് അതിലിട്ടങ്ങ് വിറകിയാൽ പോരെ അല്ലേ. നല്ല ആവി പറക്കുന്ന കപ്പ പുഴുങ്ങിയതും നല്ല മത്തി ഫ്രൈയും ഇന്നത്തെ അത്താഴം സ്പെഷ്യൽ. ഒരെണ്ണത്തിന് മോളി വരരുത് കേട്ടോ, പൊളിഞ്ഞു പോകും. ഒരാണൊക്കെ ഇതായില്ലേ. ഞാൻ നല്ല നീട്ടി വെക്കാൻ ചേട്ടാ, അല്ലെങ്കിൽ വളഞ്ഞിരിക്കും. ആ പൊടിഞ്ഞു പോകും ചേട്ടാ, അത് വെച്ച് കുത്തല്ലേ. ആ എന്താ
ഇനി ഇത് കൈ കൊണ്ട് മാറി പൊടിഞ്ഞു പോകുന്നത്. മുട്ട മത്തിയുടെ മുട്ടയ്ക്ക് എന്നാ ടേസ്റ്റാണെന്നറിയോ. ചുമയുടെ ചുമ. കൊറോണ മോഡലൊരു കോവിഡ് പോലെ ഫെയിൽ ചെയ്യണം. ഇത് കോവിഡ് വന്നിട്ടൊന്നുമില്ല, വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ആശുപത്രിയിലൊന്നും പോയിട്ടില്ല. ആ സമയത്ത് പനിയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഇതായിട്ട് വെക്കില്ല ചേട്ടാ, തീ കിടന്നോട്ടെ അല്ലേ. നമ്മുടെ മത്തി അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. മത്തിയുടെ മുട്ടയാണ്. അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ചേട്ടാ. മത്തിയും കപ്പയും കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അങ്ങനെ കഴിയില്ലേ ആൻസിന്റെ ഫേവറേറ്റ് വലിയ മുട്ട. അതും ഏകദേശമായി വരുന്നുണ്ട്. ആൻസിന്റെ ക്യാമറയിൽ ചുമ്മാ പറഞ്ഞേക്കാം, തീർന്നിട്ടില്ല. കപ്പയൊക്കെ മാറിയിരിക്കുവാണ്. കരിഞ്ഞ് ഒരു ജലദോഷം വന്ന്, പനി വന്ന്, ചുമ വന്ന്, ടോൺസിൽസ് വന്ന് ഒന്നും മാറാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുകയാണ്. മാറുന്നില്ല. ചുമ ഈ ഫാനിട്ട് കിടക്കുന്നതുകൊണ്ടേ മൂക്കും അടഞ്ഞിട്ടുണ്ട്, ഇപ്പം തൊണ്ട അടഞ്ഞിട്ടുണ്ട്, തൊണ്ടയ്ക്ക് വേദനയുണ്ട്. ആൻസ് കമന്നും ചെരിഞ്ഞൊക്കെ കിടന്ന വീഡിയോ പിടിക്കുന്നത്. എന്തോന്നറായത്. പിന്നെ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നമ്മൾ ഒന്ന് വീട്ടിൽ കിടന്നൊന്ന് ഉറങ്ങണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇന്റേണൽ എക്സാം എഴുതിയ പേപ്പർ നോക്കാണ്ട്, അതൊക്കെ നോക്കണം. പിന്നെ 1-2 സാരി ബ്ലൗസ് തയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. ശനി ഞായറൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പുതിയ സാരികളൊക്കെ വാങ്ങിയിട്ടൊന്നും ഉടുത്തിട്ടും ഇല്ല. ബ്ലൗസൊന്നും അവനില്ലാത്തതുകൊണ്ട് അതൊക്കെ വിത്ത് ബ്ലൗസ് ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എല്ലാത്തിലും ലൈനിങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് തയ്ക്കണം. കോരി ഇട്ടോ, ക്യാമറ അങ്ങോട്ട് തിരിക്കൂ. അപ്പോൾ ചേട്ടൻ്റെ ഏരിയ ആയിരുന്നു മത്തി. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോൾ ഇങ്ങനെ മത്തി നല്ലതാന്നൊക്കെ പറഞ്ഞു. അന്നേരം മത്തി കഴിക്കാനൊക്കെ നമുക്ക് തോന്നി. അപ്പം നമ്മൾ മത്തി വാങ്ങിയതാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞു മത്തി ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ. ഞാനാണെങ്കിൽ ഇത് വാങ്ങില്ലാത്തത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പക്ഷേ മുതലക്കട ചമ്പക്കര ഫിഷറീസിൽ നമുക്ക് നന്നാക്കി കിട്ടും, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഏറ്റവും ടേസ്റ്റ് കപ്പ കഴിക്കാൻ ആ ഒരു ഗ്രേവി ആയിരിക്കുമല്ലേ ചേട്ടാ. പിന്നെ മത്തിയുടെ മുട്ടയാണ് കേട്ടോ, അത് മത്തിയുടെ മുട്ടയാണ്. മുട്ടയും അതെല്ലാം കൂടെ കൂടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഭയങ്കര ടേസ്റ്റാണ്. ആൻസിന് ഭയങ്കര ഇഷ്ടമാണ് മത്തിമുട്ട. എനിക്കും ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ 1 കിലോ മത്തിയാണ് ഫ്രൈ ചെയ്തെടുത്തത്. മത്തി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. മത്തിയിൽ എന്നാണോ omega-3 ഫാറ്റി ആസിഡുകളൊക്കെ ഉണ്ടെന്നാണ്. തിരിച്ചിടുന്നത് നല്ല സൂപ്പറാല്ലേ. പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പാത്രത്തിൽ കട്ടി കുറവല്ലേ. പിന്നെ നമ്മുടെ ദോശപ്പാനായിരുന്നു കേട്ടോ, പഴയ ദോശപ്പാനാണ്.
ദോശ വറുക്കെ പിടിക്കാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ പാൻ വാങ്ങിയപ്പോൾ ഫ്രൈയും പാനായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ മത്തി ക്ലീൻ ചെയ്താൽ കൊണ്ടുവന്നെങ്കിലും ഞാൻ വരയൊക്കെ ഇടാനായിട്ട് വരഞ്ഞപ്പം അതിൽ നിന്ന് കുറച്ച് വാലിൻ്റെ അറ്റമൊക്കെ കണ്ടിച്ചു. അതെല്ലാം നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുത്ത് പൂച്ച കഴിച്ചു, പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചു. മത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വലിയ മീനൊക്കെ ആകുമ്പോൾ എന്താണെങ്കിലും ഇതിനകത്തൊക്കെ കെട്ടിങ്ങനൊക്കെ കാണും. അപ്പം ആ ചപ്പാത്തി, പക്ഷെ ആ ചപ്പാത്തി എത്ര തീരുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ഞാൻ എന്താ കുടിച്ചെന്ന് ആർക്കെങ്കിലും അറിയാവോ? പാലും വെള്ളം, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ആൻസിനാണെങ്കിൽ കോൺഫ്ലെക്സ് ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ആൻസിനെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു. പാല് വാങ്ങിച്ചു, കോൺഫ്ലെക്സ് വാങ്ങിച്ചു. പാല് അവനുണ്ടാക്കിയപ്പോൾ ബാക്കി വന്നാണ്. കടപ്പത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാലും വെള്ളം കുടിക്കാൻ. ഇനിയുണ്ടോ? ആ ഇപ്പം നമ്മുടെ മത്തിമുട്ട ഇവിടെ റെഡി ആയിട്ടോ. മുണ്ടപ്പിടിക്കാൻ സൂക്ഷിച്ചു വളർത്തിങ്ങി എന്നെ മേത്ത് പൊട്ടിക്കല്ലേ. പാൻ ഫ്രൈ ആയിട്ടിരിക്കുക. ഇത് അവിടെ കൊണ്ട് വെക്കാം അന്നേരം. ആ അപ്പം നമ്മുടെ മത്തിമുട്ട റെഡിയായി. മുട്ട മത്തി റെഡിയായി. ചൂടുവെള്ളം വെക്കണം ചേട്ടാ. അപ്പോൾ നമ്മുടെ മത്തി അല്ലത്തെ കപ്പ, ദാറ്റ് ഈസ് കപ്പ. എന്താ കപ്പ വേണോ വേവാത്ത കപ്പ വേണോ? പറ ചേട്ടാ. നാളെ വേവാത്ത കപ്പയിട്ട് മതിയുണ്ട് വരില്ല. അങ്ങനെ പറയില്ല ചേട്ടാ. ഇച്ചിരി കഴിയുമ്പോൾ ചോദിക്കും. മതി. എനിക്ക് വേവാത്ത കപ്പ ഇഷ്ടം. കിളികളൂന്നുള്ളത് മനസ്സിലായോ? നിങ്ങളോടാ സ്റ്റൂളും കൊണ്ടുപോണേ. ഇത് എൻ്റെ ചെയറാണേ. അമ്മച്ചിനെ പ്രത്യേകമായി ക്ഷണിച്ചു കൊണ്ടുവരണം. അമ്മച്ചി എങ്ങനെയാണെന്നറിയാമോ? അമ്മച്ചി വാതിൽ പതുക്കെ തുറന്ന് വെക്കും. അമ്മച്ചിയുടെ വാതിൽ ദേ അതുപോലെ കാണിച്ചുതരാം. അമ്മച്ചിയുടെ പരിപാടി അവിടെ ചെറിയൊരു ഓട്ടയുണ്ട്. എന്നിട്ട് അമ്മച്ചി മുറിക്കാത്ത ലൈറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് അമ്മച്ചി ഇരുന്നിട്ട് കാണാൻ പറ്റില്ല. അമ്മച്ചി അവിടെ വന്ന് നിന്നിട്ട് പതുക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കും. അല്ലേ അല്ലേന്ന് പറ. അതിന് അമ്മച്ചി മിണ്ടാതിരിക്കണ്ടോന്ന് പറയണേ. കുത്തിയെടുക്കാതെ. അമ്മച്ചിക്ക് കഞ്ഞി കറി വയ്ക്കാനും അറിയില്ല. അക്കിളുകളൂന്നുള്ള എടുത്തിട്ട് അമ്മച്ചി തിന്നുമോ പല്ലുമില്ലാതെ? എന്നിട്ട് അമ്മച്ചി ചിലപ്പോൾ കുശുമ്പൊക്കെ എടുക്കും. ഒളിഞ്ഞു നോക്കി എന്നിട്ട് അമ്മച്ചി ഊഹിക്കും. അമ്മച്ചിയുടെ സ്വഭാവം അങ്ങനെയൊക്കെ കണ്ടുപോയല്ലോ. അതെ അല്ലേ പറ. ഓ ഇങ്ങനെയൊക്കെ ചാടിക്കില്ലേ. ജെസിബിക്ക് കല്ലെടുക്കും പോലെ. അമ്മച്ചിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അമ്മച്ചിക്ക് ഭയങ്കരമായി മത്തി കണ്ടപ്പോഴാണ് അമ്മച്ചിയുടെ മുഖം തെളിഞ്ഞതെന്ന് തോന്നണു. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അമ്മച്ചിക്ക് മത്തി കണ്ടപ്പോഴാണ് അമ്മച്ചി അവിടെ ഓട്ട ഇട്ടിട്ട് നോക്കിയിരിക്കായിരുന്നു എപ്പം ഇത് വേവുമെന്ന് അറിയാൻ വേണ്ടി. അമ്മച്ചാണെങ്കിൽ ഫുൾ ടൈ ഇറയത്താട്ട ഇരിപ്പ്. ആൾക്കാർ ചോദിച്ചതേ അമ്മച്ചിനെ ചവിട്ടി പുറത്താക്കിയെന്ന്. ഇറയത്തൊക്കെയാണോ ഇരിക്കുന്നതെന്ന് എത്ര പേരാ ചോദിച്ചത്. അമ്മച്ചി ഫുൾ ടൈം
സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്നിട്ട് അവിടെ ഇരുന്ന് വായും പൊളിച്ചിരുന്ന് ഉറങ്ങിയിരിക്കും. അമ്മച്ചി എപ്പോഴും വെളിയിൽ ചവിട്ടി പുറത്താക്കി വന്ന് അമ്മച്ചി എന്നെ മിണ്ടാതെ ഓടണേ. അതെന്നാ അതെടുത്ത് തീരാതെ ഞാനിവിടെ ഒന്ന് പറഞ്ഞ നേരം കൊണ്ട് അതെന്ത് പാടാ എനിക്കും കൂടെ ഒഴിച്ചിരുന്നാടാ. ഇവിടെ ഒന്നും എടുത്തല്ലോ, പാത്രത്തിൽ കാണാലോ. അതെന്നെ വളരെ നിഷ്കളങ്കമായിട്ട് നോക്കുന്നു. എടാ അത് എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലല്ലോടാ. ഇനി ഞാൻ തിന്നിട്ട് ബാക്കി സംസാരിക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂല. അപ്പോൾ അയ്യോ അവിടെ ആ വെള്ളം നിർത്തിയാലടാ. ആ കപ്പിലേക്ക് ഒഴിക്കാൻ അറിയാവോ? മത്തി വേണ്ടേ? ഷോ ഓ എന്തോന്നടാ, അത് രണ്ടെണ്ണേ ഉള്ളൂ. എടാ ഈ കപ്പ തിന്നടാ വച്ചാ അതിനാ അത് തണുത്തിരിക്കുവല്ലേ അതിനൊന്ന്. അമ്മച്ചി ഇവിടെ വന്നപ്പോൾ മാത്രമല്ല കേട്ടോ, അമ്മച്ചി അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോഴാണല്ലോ ഇങ്ങനെയായിരുന്നു. അമ്മച്ചിയുടെ മുറി കയറിയിരിക്കും. ആഹാരമൊക്കെ കൊണ്ടുപോയി അമ്മച്ചി ആരും കാണാതെ മുറിക്കകത്ത് വെച്ചാൽ കഴിക്കുള്ളൂ. പണ്ടുപോലെ ഞാൻ കുഞ്ഞാണെന്നപ്പോൾ മുതൽ എല്ലാവരും കഴിച്ചാലും കഴിച്ചില്ലേലും അമ്മച്ചി അടുക്കളയിൽ പാത്രം പതുങ്ങിയിരുന്ന കഴിക്കുള്ളൂ. മറ്റുള്ളവർ കണ്ട കൊതി കിട്ടുമെന്നാണ് അമ്മച്ചിയുടെ പക്ഷം. അമ്മച്ചി എന്താണേലും വലിച്ചു വാരി കഴിക്കും, ചവച്ചരച്ച് കഴിക്കുന്ന സ്വഭാവമില്ല. അപ്പോൾ ദഹനക്കേട് വരും. അപ്പോൾ അമ്മച്ചി പറയും കൊതി കിട്ടി വയറ് കമ്പിച്ചു. അതാണ് പണ്ട് പോലെ. അവിടെ അമ്മച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വരുവാണ്, ഞാൻ വരും, അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാൻ വരുവാണെങ്കിൽ അമ്മച്ചി പാത്രം ഇങ്ങനെ മറിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ചില നല്ല ശീലങ്ങളൊക്കെ അമ്മച്ചിക്കുണ്ട്. അത് ഇനി മാറത്തില്ല. അന്നും ഒക്കെ ഒരുപോലെ. ചില അമ്മമാരൊക്കെ അങ്ങനെയല്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിനു മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അമ്മച്ചി കിടക്കാൻ പോയി, മത്തി പറയാം. അമ്മച്ചിക്ക് മതി പേരിട്ടു. അമ്മച്ചി കപ്പയെ തിന്നു, മത്തിയിൽ തിന്നു, രണ്ടാമതും തിന്നു. ഞാൻ അമ്മച്ചി അടുക്കളയിൽ ഇരുന്നപ്പോൾ കഴിച്ച. ആൻസ് ആണെങ്കിൽ കിടന്നു. ഈ ആൻസേ വലുതായ പിന്നെ ആൻസ് ഇപ്പം നമ്മുടെ കൂടെ ഒന്നും ഇല്ല കേട്ടോ. എടാ നീ ഒരു കാര്യം ചെയ്യും, പോയി താറാമയ്ക്ക് തീറ്റ കൊടുക്കുക. ചെല്ല ഇപ്പം ഞാൻ പോയി താറാമയ്ക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് വരാം. നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. നമുക്ക് വയ്യാണ്ടായിരിക്കുന്നു സുഹൃത്തുക്കളെ. ചുമച്ച് മനുഷ്യൻ്റെ കണ്ടം കീറി എന്ന് പറഞ്ഞോളായിപ്പോയി. തീരെ വയ്യ. ഒരു പനി വന്നാൽ നമുക്കത്ര ക്ഷീണം വരില്ല, പക്ഷെ ജലദോഷമാണെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം വരും. പക്ഷെ എനിക്ക് ജലദോഷമില്ല, അതാണ് കുഴപ്പം. ഇവിടെയാണെങ്കിൽ ടോൺസിൽസ്, മൂക്കടപ്പ്, തലവേദന, അങ്ങനെ ഉള്ള ചില്ലറ അസുഖങ്ങളാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എടാ പോകാൻ നേരത്തെ ആ ലൈറ്റ് ഓഫ് ചെയ്യണേ. മുറ്റത്തേക്കുള്ള ലൈറ്റ്, പോർച്ചിലേക്കുള്ള ലൈറ്റും. ചേട്ടൻ കുളിക്കാൻ പോയി. ചേട്ടൻ എന്ന് ആഹാരം കഴിഞ്ഞാൽ കുളിക്കുള്ളൂ. അതാണെങ്കിൽ കൊള്ളത്തുമില്ല. ആഹാരം കഴിഞ്ഞ് കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ദഹനം നടക്കില്ല. നമ്മുടെ ആഹാരം ഒരു തീയാണ്. അതിലേക്ക് വെള്ളം വീണ് കഴിയുമ്പോൾ തണുത്ത് പോകും, കെട്ടുപോകും. ആഹാരത്തിന് ശേഷം ഉടനെ വെള്ളം കുടിക്കുന്നതും ശരിയല്ല. പക്ഷെ ചേട്ടൻ അതേ ചെയ്യത്തുള്ളൂ. ഞാനും എല്ലാം കഴിഞ്ഞ് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഒരാളുടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഈ അമ്മച്ചിയുടെ അത് കാണിച്ചതെന്ന് വെച്ചാൽ പലരും അമ്മച്ചി എന്തിയെന്നൊക്കെ ചോദിക്കും.
അപ്പം പണ്ടും അമ്മച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേടാ. റൂമിനകത്ത് കയറിയിരിക്കും, ആഹാരം കൊണ്ട് റൂമിൽ കയറിയിരിക്കും. അത് ആഹാരം നമ്മളിപ്പോൾ മാമ്പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മളറിയാതെ 2-3 എടുത്തമ്മച്ച് മുറിക്കകത്ത് കയറ്റി വെച്ചേക്കും. പല വീഡിയോയിൽ പല അമ്മമാരും അമ്മൂമാരൊക്കെ അങ്ങനെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെ കയറ്റി വയ്ക്കുമായിരുന്നില്ലടാ. നാരങ്ങ, മാമ്പഴം, പേരയ്ക്ക ഇതൊക്കെ കൊണ്ട് കയറ്റി വയ്ക്കും, തന്നെ കഴിക്കും. അങ്ങനെയുള്ള ക്യാരക്ടർ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ പലരും ചോദിക്കും, നമ്മുടെ ഫുഡ് കഴിക്കുന്ന വ്ളോഗിനകത്തൊക്കെ ചോദിക്കും അമ്മച്ചി എന്തി അമ്മച്ചി കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം, അമ്മച്ചി എല്ലാം കാണുന്നുണ്ട്, നമ്മളാരും അമ്മച്ചിയെ കാണുന്നില്ലെന്നുള്ളത് പണ്ട് പോലുള്ള ശീലമാണ്. പിന്നെ ഞാൻ അന്നൊക്കെ ഇങ്ങനെ വീഡിയോ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ അല്ലേ വീഡിയോ വെച്ചിരുന്നു. ഇത്രയധികം വിസ്തരിച്ചുള്ള ഫാമിലി വ്ളോഗ്സ് ഒന്നും നമ്മളങ്ങനെ ചെയ്യാറില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കും അമ്മച്ചി അല്ലേന്ന്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം, വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ കപ്പയും മീനും ആയതുകൊണ്ട് മാത്രമാണ് അമ്മച്ചി മുറിക്കകത്തുനിന്ന് പുറത്തേരുന്നത്. നമ്മളില്ലെങ്കിലോ മുറ്റത്തോടെ പറമ്പിക്ക് റോട്ടിൽ കൂടെ ചാടി ഓടി നടക്കും, മതിൽ വരെ ചാടും. ഉണ്ടെങ്കിലോ അയ്യോ എനിക്ക് വയ്യേ, അയ്യോ വയ്യേ, ഇങ്ങനെ നടക്കും. അത് ഞാൻ ഒത്തിരി റീൽസിൽ കാണാറുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റബിളാണ്. എനിക്കത് സംഭവം മനസ്സിലാവും പെട്ടെന്ന്. ഒത്തിരി പേര് ആ റീൽസിനകത്ത് കാണിക്കാറുള്ളതാണ് കേട്ടോ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശിമാരിങ്ങനെ, അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ മുത്തശ്ശി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു ക്യാരക്ടറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ സ്നേഹത്തോടെ അങ്ങനെയൊന്നും പെരുമാറാറൊന്നുമില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡാന്ന് വിളിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്ന ടൈപ്പാണ്. അല്ല അമ്മച്ചിയുടെ കാര്യം അറിഞ്ഞു. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. എന്നാലും ആള് പാവാണ്. അപ്പം നമ്മളിവിടെ വീഡിയോ നീ വളർക്കാം. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുറത്ത് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ബിന്ദു സ്ട്രീംസ്. ബൈ.